അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സൂറത്തിനെ പറ്റിയിട്ടാണ്. ചിലർ പറയുന്നുണ്ട്, എൻ്റെ ജോലിയിൽ എനിക്ക് ബർക്കത്ത് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ജോലിയുണ്ട്, പക്ഷേ ശമ്പളത്തിന് അത് തികയുന്നില്ല. അത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് തികയുന്നില്ല. എങ്ങോട്ട് പോകുന്നു എന്ന് പോലും അറിയില്ല. പൈസ കൊണ്ടുവരുന്നത് എങ്ങോട്ട് പോകുന്നു എന്ന് അറിയില്ല. ഒന്നിനും തികയുന്നില്ല. കടങ്ങൾ കൂടി വരികയാണ്. പലിശ കൂടി വരികയാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ സൂറത്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാറ്റിത്തരുന്നതാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമ്മുടെ ഖുർആനിൽ തന്നെയുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കത് പറഞ്ഞു തന്നിട്ടുമുണ്ട്. നമ്മൾ അത് മാത്രം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് അത് ആത്മാർത്ഥമായിട്ട് ഓതിയാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീക്കാൻ കഴിയുന്നത് നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്, അല്ലേ? അവന് വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്ന് നമുക്ക് അറിയുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, ഒരു പടപ്പുകൾക്കും നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റാൻ സാധിക്കുകയില്ല. അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നു, നമ്മൾ അത് എവിടെയെങ്കിലും ആരുടെടുത്തെങ്കിലും സഹായത്തിന് പോകും. ആദ്യമൊക്കെ അത് നമ്മൾക്ക് സാധിച്ചു കിട്ടും. പിന്നീട് വീണ്ടും നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ വീണ്ടും പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളാണ് അതെല്ലാം. നീ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്, നീ എൻ്റെ അടുത്ത് ആശ്രയം തേടാതെ മറ്റുള്ളവരുടെ അടുത്ത് ആശ്രയം തേടുന്നു. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ അല്ലാഹു നമ്മൾക്ക് അത് നടത്തിത്തരും. പിന്നീട് അത് നമ്മളെ അങ്ങ് താഴ്ത്തും. നമുക്കതിനുള്ള വലിയ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് തന്നെ നമുക്ക് അത് നേടിത്തരും. കാരണം ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിലപ്പം രോഗം കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമുക്ക് ആപത്തുകൾ സംഭവിക്കാം. അങ്ങനെ നിരവധി മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടും. അങ്ങനെ നിരവധി പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും തഹജ്ജുദ് നമസ്കരിക്കുക. അത് അത്ര വലിയ സംഭവമൊന്നുമല്ല. കാരണം എണീക്കാൻ അത്ര സംഭവമോ വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ എന്തായാലും സുബ്ഹിക്ക് എണീക്കുന്നവരാണ് എങ്കിലും അതിനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുന്നേ എണീറ്റിട്ട് വുളു എടുത്തതിന് ശേഷം 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുക. പിന്നീട് ഒരു കാര്യമാണ്, എല്ലാ നിസ്കാരത്തിന് ശേഷവും ദിക്റുകൾ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. ഈ ഒരു ദിക്ർ നമ്മൾ പതിവാക്കുക. നമ്മളെ കൊണ്ട് എപ്പോഴൊക്കെ പറ്റുമോ അന്നേരമെല്ലാം നമ്മൾ ചൊല്ലുക. നമ്മൾ ചെല്ലേണ്ട സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിലെ 90ാമത്തെ സൂറത്തായ സൂറത്തുൽ ബലദ്. സുബഹി നമസ്കരിച്ചതിന് ശേഷം ഒരു 3 വട്ടം അല്ലെങ്കിൽ ഒരു 7 പ്രാവശ്യമെങ്കിലും ഈ സൂറത്തുൽ ബലദ് പാരായണം ചെയ്യുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നമ്മൾ പോലും അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കിക്കളയുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കിക്കളയുന്നതാണ്. ഈ സൂറത്തുൽ ബലദ് ഒരു 11 പ്രാവശ്യം ഓതാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ഓതുക. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും നിങ്ങൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.